അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അഫർമേഷനുകളെ കുറിച്ചാണ്. അഫർമേഷനുകൾ നമ്മുടെ ജീവിതത്തിലെ സക്സസിന് സഹായകരമാണോ? ഇസ്ലാമിന്റെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് അഫർമേഷൻ സെന്റൻസുകൾ രൂപകൽപ്പന ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഹെൽത്തിനും വെൽത്തിനും പ്രൊഫഷനും പീസ്ഫുൾ മൈൻഡിനും ഒക്കെ സഹായകരമാകുന്ന സ്വയം പറയുന്ന വാക്കുകളെയാണ് അഫർമേഷനുകൾ എന്ന് പറയുന്നത്. അഫർമേഷനുകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പോസിറ്റീവായ അഫർമേഷനുകൾ, മറ്റൊന്ന് നെഗറ്റീവായ അഫർമേഷനുകൾ. നെഗറ്റീവായ അഫർമേഷനുകളെ പൂർണ്ണമായും നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയെങ്കിലാണ് നമുക്ക് പോസിറ്റീവായ കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇതിനാദ്യം ചെയ്യേണ്ടത് ചെക്ക് യുവർ ലിംഗ്വിസ്റ്റിക്. നമ്മുടെ ഭാഷയെ നാം ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇന്റേണൽ ലാംഗ്വേജിനെ നാം ചെക്ക് ചെയ്യുക. നാം എന്താണ് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് വാക്കുകളായി പുറത്തു വന്നേക്കാം, ചിലത് ചിന്തകൾ മാത്രമായി ഒതുങ്ങുകയും ചെയ്തേക്കാം. എന്താണെങ്കിലും നമ്മുടെ ഇന്റേണൽ ലാംഗ്വേജ് എന്താണെന്ന് ആദ്യം ചെക്ക് ചെയ്യുക. ഇറ്റ് ഈസ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ഓർ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്. അത് നാം സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്വയം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റുകളാണോ അതോ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റുകളാണോ എന്ന് ആദ്യം നാം വിലയിരുത്തണം. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റുകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പൂർ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റുകളാണ്. ഉദാഹരണത്തിന് ഐ കനോട്ട്, എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഐ ആം എ ഫെയിലിയർ, ഞാനൊരു പരാജിതനാണ്, എനിക്കത് കഴിയില്ല, ഞാനതിന് യോഗ്യനല്ല എന്നൊക്കെ പറയുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റുകളാണ്. അതുപോലെ തന്നെ രണ്ടാമതൊരു തരത്തിലുണ്ട്. പക്ഷെ അത് ഒറ്റ നോട്ടത്തിൽ പോസിറ്റീവ് ആണെന്ന് തോന്നിപ്പിച്ചേക്കാം, പക്ഷെ യഥാർത്ഥത്തിൽ അത് നെഗറ്റീവുകളാണ്. അവയെ സീമിംഗ്ലി പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് പറയുക. ഉദാഹരണത്തിന് ഡോണ്ട് പാനിക് എന്ന് പറയും. നീ പാനിക് ആവണ്ട, നീ ഡോണ്ട് ബി ലേറ്റ് ആവരുത് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒറ്റനോട്ടത്തിൽ ലേറ്റ് ആവരുത് എന്ന് പറയുന്നത് പോസിറ്റീവായ വാക്കുകളാണ്. പക്ഷെ അത് പോസിറ്റീവ് എന്ന് തോന്നിപ്പിക്കുന്ന നെഗറ്റീവ് വാക്കുകളാണ്. അഥവാ ഡോണ്ട് പാനിക് എന്ന് പറയുമ്പോൾ പാനിക് എന്ന് പറയുന്ന വാക്കാണ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. അത് നെഗറ്റീവാണ്. അത് ഉപേക്ഷിച്ചിട്ട് സ്റ്റേ കാം, സ്വസ്ഥമായിരിക്കൂ എന്ന് പറയാം. അതുപോലെ ഡോണ്ട് ബി ലേറ്റ് എന്ന് പറയുന്നതിന് പകരം ബി ഓൺ ദി ടൈം എന്ന് പറയാം. സമയത്തിന് വരൂ, വൈകരുത്. നമ്മൾ കുട്ടികളോടൊക്കെ ഉപദേശിക്കുന്ന സമയത്ത് ഈ സ്റ്റേറ്റ്മെന്റുകൾ നന്നായി ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ട് പാരന്റിങ്ങിലൊക്കെ. അതായത് നമ്മുടെ സ്റ്റേറ്റ്മെന്റുകൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക. നാം പറയുന്നത് ഇവിടെ അഫർമേഷനുകളെ കുറിച്ചാണ്. അപ്പൊ രണ്ട് തരത്തിലുള്ള അഫർമേഷനുകൾ ഉണ്ട്, നെഗറ്റീവ്, പോസിറ്റീവ്. നെഗറ്റീവായ അഫർമേഷനുകൾ തന്നെ പൂർ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്, സീമിംഗ്ലി പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. ഇത് രണ്ടും നെഗറ്റീവുകളാണ്. ഇത് രണ്ടും നമ്മുടെ ഇന്റേണൽ ലാംഗ്വേജ് എന്താണോ അത് നാം ആദ്യം നിരീക്ഷിക്കുക. നാം സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം നെഗറ്റീവ് വേർഡുകളാണെങ്കിൽ അത് പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം. കാരണം നമ്മുടെ വാക്കുകൾ നമ്മുടെ ചിന്തകളായേക്കാം, ചിന്തകൾ വാക്കുകളുമായേക്കാം. ഇത് രണ്ടും കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഖുദ്സിയായ ഹദീസിൽ പറയുന്നുണ്ട്, അല്ലാഹു തആല പറയുന്നതായിട്ട്, അന ഇന്ദ ലന്നി അബ്ദി ബി, എന്നെ കൊണ്ട് എന്താണോ എൻ്റെ അടിമ ഉദ്ദേശിക്കുന്നത് ഞാൻ അതിനനുസരിച്ചാണ് എന്നാണ് ആശയം. അപ്പൊ നാം പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ, എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന് ചിന്തിക്കുമ്പോൾ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ ഉണ്ടാവുക. എൻ്റെ കാര്യങ്ങളൊന്നും ശരിയാകില്ല എന്ന് ചിന്തിക്കുമ്പോൾ അതിനനുസരിച്ച്
ശരിയാവാതിരിക്കുകയും ചെയ്യും. Whether if you think you can or you cannot, you are right. ഹെൻറി ഫോർഡിന്റെ വാക്കുകളാണ്. നിനക്ക് കഴിയുമെന്ന് വിശ്വസിച്ചാലും നിനക്ക് കഴിയില്ല എന്നാണ് നീ വിശ്വസിക്കുന്നതെങ്കിലും രണ്ടും ശരിയാണ്. കഴിയുമെന്ന് വിശ്വസിച്ചാൽ നിനക്കത് സാധിക്കും, കഴിയില്ല എന്ന് വിശ്വസിച്ചാലും നിനക്കത് സാധിക്കില്ല. നമുക്ക് എങ്ങനെയാണ് ഒരു പോസിറ്റീവായ സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവായ അഫർമേഷൻ എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. അത് ഇസ്ലാമിന്റെ പെർസ്പെക്റ്റീവിലാകുമ്പോൾ നമ്മുടെ വിശ്വാസം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നത് അല്ലാഹു തആലയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം അൽ ഖദറു ഖൈറുഹു വശർറുഹു മിനല്ലാഹി തആല, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിപത്തുകളും ആപത്തുകളും പരീക്ഷണങ്ങളും എല്ലാം അള്ളാഹുവിൽ നിന്ന് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നവനാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പെർസ്പെക്റ്റീവിലുള്ള ഒരു അഫർമേഷൻ സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അഫർമേഷൻ സെന്റൻസുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, പോസിറ്റീവ് സെന്റൻസ് ആയിരിക്കണം. 2, പേഴ്സണൽ ആയിരിക്കണം. 3, പ്രസന്റ് ടെൻസിലായിരിക്കണം. 4, കണക്ഷൻ വിത്ത് അള്ളാഹുവുമായി കണക്ട് ചെയ്തായിരിക്കണം. ഞാൻ ഓരോന്നും വിശദീകരിക്കാം. 1, പോസിറ്റീവ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, ഇത് നടക്കാത്ത കാര്യമാണ്, അത് നെഗറ്റീവാണ്. അതിന് പോസിറ്റീവ് ആക്കണമെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ, ഇത് സംഭവിക്കുന്ന കാര്യമാണ്, നടക്കുന്ന കാര്യമാണ് എന്ന് പറയണം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ അഫർമേഷൻ സെന്റൻസ് നിർമ്മിക്കുമ്പോൾ എനിക്കത് കഴിയും എന്ന് പറയുന്നതായിരിക്കണം അഫർമേഷന്റെ സെന്റൻസ്. കഴിയും എന്ന് പറയുന്നത് പോസിറ്റീവാണ്, കഴിയില്ല എന്ന് പറയുന്നത് നെഗറ്റീവാണ്. രണ്ടാമത്തത് പേഴ്സണൽ ആയിരിക്കണം. ഉദാഹരണത്തിന് ഇറ്റ് ഈസ് ഹാഡ് ടു ഡു, ഇത് ചെയ്യാൻ വളരെ പ്രയാസകരമാണ്, അത് പോസിറ്റീവ് ആക്കുമ്പോൾ ഇറ്റ് ഈസ് ഈസി ടു ഡു, ഇത് ചെയ്യാൻ എളുപ്പമാണ് എന്ന് പറയാം. ഇത് വാചകം നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലാക്കി, പക്ഷെ പേഴ്സണൽ ആയില്ല. എനിക്ക് ഇത് ചെയ്യാൻ എളുപ്പമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് എന്നെ അല്ലെങ്കിൽ ഞാൻ അതിൽ ഉൾപ്പെടണം ആ വാചകത്തിൽ, സെന്റൻസിൽ. അപ്പൊ എങ്ങനെ പറയാം? ആ വാചകത്തെ പേഴ്സണൽ ആക്കുമ്പോൾ ഐ ക്യാൻ ഡു ഇറ്റ് ഈസിലി, എനിക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. എന്നെ, ഞാൻ തുടങ്ങിയ വാചകങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ ഒന്നാമത്തെ പോസിറ്റീവ് ആയിരിക്കണം, രണ്ടാമത്തത് പേഴ്സണൽ ആയിരിക്കണം. മൂന്നാമത്തെ കാര്യം പ്രസന്റ് ടെൻസിലായിരിക്കണം എന്നുള്ളതാണ്. ഐ വിൽ സക്സീഡ്, ഞാൻ വിജയിക്കും. ഞാൻ വിജയിക്കും എന്ന് പറയുമ്പോൾ അത് വരാനിരിക്കുന്ന സമയത്ത് ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന കാര്യം പോലെയാണ്. അഫർമേഷൻ സെന്റൻസുകൾ പ്രസന്റ് ടെൻസിലായിരിക്കണം പറയേണ്ടത്. ഉദാഹരണത്തിന് ഐ വിൽ സക്സീഡ്, ഞാൻ വിജയിക്കും എന്നതിന് പകരം ഐ ആം വിന്നർ, ഞാനൊരു വിജയിയാണ് എന്ന് പറയാം. ഇതാണ് പ്രസന്റ് ടെൻസിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ. ഞാൻ ചെയ്യും എന്നതിനപ്പുറം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ആ അവസ്ഥയിലാണ്, വിജയിച്ച അവസ്ഥയിലാണ്, ഞാൻ വിജയിക്കും എന്നതിന് പകരം ഐ ആം വിന്നർ, ഞാൻ ഇപ്പോൾ വിജയിയാണ് എന്ന് പറയുന്നതാണ് പ്രസന്റ് ടെൻസ് അതിലേക്ക് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോൾ 3 കാര്യങ്ങൾ, 3 പീകളാണ് ഓർമ്മിച്ച് വെക്കുക. 1, പോസിറ്റീവ് സെന്റൻസ് ആയിരിക്കുക, പേഴ്സണൽ ആയിരിക്കുക, പ്രസന്റ് ടെൻസിൽ പറയുക. 4ാമത്തെ കാര്യം, ഈ കാര്യങ്ങളൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അപ്പോ അള്ളാഹുവുമായി കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഫളല് കൊണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, അല്ലെങ്കിൽ ഇൻഷാ അള്ളാഹ് ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ, ഞാനത് നാളെ ചെയ്യുമെന്ന് നീ പറയരുത്, ഒരു കാര്യത്തെക്കുറിച്ചും പറയരുത്, ഇല്ല അൻ യശാ അല്ലാഹു, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. ഏത് കാര്യവും നമുക്ക് ലഭിക്കുന്നത് ഇവിടെയാണ്. ചില ആളുകൾക്ക് പെശക് പറ്റുന്നത്. ചിലപ്പോ നാം ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ്, യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക, എനിക്ക് യൂണിവേഴ്സ് അല്ല നൽകി, യൂണിവേഴ്സ് അല്ല എന്ന് നൽകുന്നത്, ഈ യൂണിവേഴ്സിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഏകനായ അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ തരുന്നതും നമ്മുടെ കാര്യങ്ങളൊക്കെ പിൻവലിക്കുന്നതും നമുക്ക് തടയുന്നതൊക്കെ അള്ളാഹുവാണ്. അപ്പോ
ഇൻഷാ അള്ളാഹ് എന്നുള്ളൊരു വാചകം അള്ളാഹുവുമായി കണക്ട് ചെയ്തിട്ട് നമ്മുടെ സെന്റൻസിൽ ഉൾപ്പെടുത്തുക. അപ്പൊ എങ്ങനെ പറയാം? ഐ ആം വിന്നർ ഇൻഷാ അള്ളാഹ്, ഐ ആം വിന്നർ ബി ഫളില്ല, ഐ ആം വിന്നർ ബി റഹ്മത്തില്ല. ഞാൻ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട്, അള്ളാഹുവിന്റെ വേണ്ടുക കൊണ്ട് ഞാനൊരു വിന്നറാണ്. ഈ രീതിയിലുള്ളതായിരിക്കണം ഒരു വിശ്വാസിയുടെ സ്റ്റേറ്റ്മെന്റുകൾ, അഫർമേഷനുകൾ. ഈ അഫർമേഷനുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ വേറൊരു കാര്യം ഇതിനെ കണക്ട് ചെയ്ത് പറയാനുണ്ട്. അതായത് നമ്മുടെ ഫീലിങ്ങും സെന്റൻസും മാച്ച് ആയിരിക്കണം. അഥവാ ഞാന് ബിസിനസ്സൊക്കെ തകർന്ന് സാമ്പത്തിക ബാധ്യതകളിൽ അകപ്പെട്ട് ആകെ കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഐ ആം വെൽത്തി, ഐ ആം വെൽത്തി, ഐ ആം വെൽത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ വായ കൊണ്ട് ഐ ആം വെൽത്തി എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും നമ്മുടെ മനസ്സ് അംഗീകരിക്കില്ല. പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, ഒരു ആരോഗ്യമില്ലാതെ രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരാൾ ഐ ആം ഹെൽത്തി, ഐ ആം ഹെൽത്തി എന്ന് പറയുമ്പോൾ ഒരിക്കലും അയാളുടെ മനസ്സും മൈൻഡും അയാളുടെ വാക്കുകളും തമ്മിൽ സ്യൂട്ടബിൾ അല്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരിക്കലും നമ്മുടെ മനസ്സ് നാം പറയുന്നതിന് അംഗീകരിക്കുന്നില്ലെങ്കിൽ അവിടെ വാചകം ചെറിയ രീതിയിലൊന്ന് മാറ്റിക്കൊടുക്കാം. ഐ ആം ഇൻ ദി പ്രോസസ് ബിക്കമിങ് വെൽത്തി, ഞാനൊരു ധനികനാകാനുള്ള പ്രോസസ്സിലാണ് എന്ന രീതിയിലേക്ക് പറയാം. ഐ ആം ഇൻ ദി പ്രോസസ് ഓഫ് ബിക്കമിങ് എ സക്സസ്ഫുൾ ബിസിനസ്മാൻ, ഒരു വിജയിയായ ബിസിനസ്മാൻ ആകാനുള്ള പ്രോസസ്സിങ്ങിലാണ് ഞാൻ എന്ന് പറയുന്ന രീതി ഒരു പ്രോസസ്സ് അതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫീലിങ്ങും നമ്മുടെ സ്റ്റേറ്റ്മെന്റുകളും സ്യൂട്ടബിൾ ആയിരിക്കണം. അതായത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റും നെഗറ്റീവ് ഫീലിങ്ങും രണ്ടും കൂടി മാച്ച് ആവില്ല. അതുകൊണ്ട് നാം അതിനുള്ള ഒരു പ്രോസസ്സിങ്ങിലാണ് ഇൻഷാ അള്ളാഹ് എന്ന രീതിയിലേക്ക് നമ്മുടെ അഫർമേഷനുകൾ, നമ്മുടെ സ്റ്റേറ്റ്മെന്റുകൾ മാറ്റിക്കൊടുക്കുക. ഇതാണ് ആ കാര്യത്തിന് ചെയ്യാനുള്ളത്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ നിർമ്മിക്കുന്നതിനപ്പുറം മിക്കവാറും ഇസ്ലാമിലെ ദിക്റുകൾ, അദ്കാറുകൾ, ഖുർആനിക വചനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ, അഫർമേഷനുകൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. നാം പറയുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു. ഈ ഒരു വാചകത്തെ, ഈ ഒരു ആയത്തിനെ എടുത്തിട്ട് നമുക്കൊരു അഫർമേഷൻ ആക്കി മാറ്റുകയാണെങ്കിൽ അള്ളാഹുവേ, അള്ളാഹുമായുള്ള കണക്ഷൻ ഉണ്ട്, ഞാൻ എന്നെ ആരാധിക്കുന്നു, എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകുന്നത് നീയാണ്. ഇത് നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് നമുക്ക് അള്ളാഹുമായുള്ള കണക്ഷൻ ഉണ്ടാവുകയും നമ്മുടെ ജീവിതത്തിലേക്ക് ഹൈറായ കാര്യങ്ങൾ വരികയും ചെയ്യും. കാരണം ഇതൊരു ദിക്റാണ്. പ്രയാസകരമായ അവസരത്തിൽ ചെല്ലാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പലതും അഫർമേഷനുകളാണ്. അതായത് അതിന്റെ ആശയം ശരിക്കും മനസ്സിലാക്കുമ്പോൾ, ഉദാഹരണത്തിന് അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഅൻ, ഇങ്ങനൊരു ദിക്ർ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ ശരിയാണെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോ അല്ലാഹു അല്ലാഹു റബ്ബി, അള്ളാഹുവാണ് എൻ്റെ റബ്ബ്. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്നെ നിയന്ത്രിക്കുന്ന, എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, എനിക്ക് ഹൈറായ കാര്യങ്ങൾ ഹൈറായ സമയത്ത് തരുന്ന രക്ഷിതാവാണ് അള്ളാഹു. അല്ലാഹു അല്ലാഹു റബ്ബി, അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നില്ലേ? എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തരുന്നവനാണ് അള്ളാഹു. പക്ഷെ നമുക്ക് ആവശ്യം, നമ്മുടെ സന്തോഷത്തിനനുസരിച്ചല്ല നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഹൈറാവുക. നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഹൈറായിക്കൊള്ളണം എന്നില്ല. സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്തുണ്ടല്ലോ, അസാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നാം ഒരു കാര്യം ഇഷ്ടപ്പെടുന്നുണ്ട്, യഥാർത്ഥത്തിൽ നമുക്കത് നാശമായിരിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങൾ നാം വെറുക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ നമുക്കത് ഹൈറായിരിക്കും. നമ്മുടെ ഹൈറും ഷർറും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അള്ളാഹുവിനറിയാം, നിങ്ങൾക്കറിയൂല എന്നാണ്. അപ്പൊ നമുക്ക് എന്താണോ ഹൈറായ കാര്യം അത് ഹൈറായ സമയത്ത്, ഇപ്പൊ പ്രയാസകരമാണെങ്കിൽ ആ പ്രയാസത്തിൽ എന്തെങ്കിലും ഹൈറുണ്ടെന്ന് വിശ്വസിക്കുക. പറഞ്ഞു വന്നത് അഫർമേഷനുകളെ കുറിച്ചാണ്. നമുക്ക് ഹൈറായ സമയത്ത് ഹൈറായ കാര്യങ്ങൾ തരുന്നവനാണ് അള്ളാഹു റബ്ബ്. ഇതാണ് അള്ളാഹു അല്ലാഹു റബ്ബി,
ലാ ഉശ്രികു ബിഹി ഷൈഅൻ. അത് നല്ലൊരു അഫർമേഷൻ ആണ്. അത് പറയുമ്പോൾ നമുക്കൊരു പോസിറ്റീവായ കാര്യം നമ്മുടെ മൈൻഡിലേക്ക് വരും. കാരണം എനിക്ക് എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാം നൽകുന്ന രക്ഷിതാവായ ഒരു റബ്ബായ ഒരു അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നു. ഇതേ ആശയം തന്നെയാണ് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, എൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ അല്ലാഹു മതി. അതാ ഹസ്ബി അല്ലാഹ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ വേറെ ഇലാഹില്ല. വഹുവ റബ്ബുൽ അർശിൽ അളീം, അവൻ അളീമായ അർശിന്റെ കൂടി റബ്ബാണ്. ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളുടെയും റബ്ബാണ്. ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അപ്പൊ വിശ്വാസിയുടെ അഫർമേഷനുകൾ എപ്പോഴും യൂണിവേഴ്സ് തരും, അല്ലെങ്കിൽ മറ്റുള്ളവർ തരും, യൂണിവേഴ്സിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെയൊന്നുമല്ല. നാം എപ്പോഴും അള്ളാഹുവുമായി കണക്ട് ആയിരിക്കണം. നമ്മുടെ കണക്ഷൻ അള്ളാഹുവിലേക്കായിരിക്കണം. നമ്മുടെ വിശ്വാസം അൽ ഖദറു ഖൈറുഹു വശർറുഹു മിനല്ലാഹി തആല, എല്ലാം നൽകുന്നത് നമുക്ക് ഖൈറായതും നാം ഷർറാണെന്ന് നാം വിചാരിക്കുന്ന കാര്യങ്ങളും നമുക്ക് തരുന്നത് അള്ളാഹുവാണ്. നമ്മളെ അഫർമേഷനുകൾ ആ രീതിയിൽ മാറ്റിയെടുക്കാൻ നമുക്കാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.